എല്ലാവർക്കും നമസ്കാരം. ലവ്ലി പെറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നും ഒരു ചെറിയൊരു ഗ്യാപ്പിന് വേണ്ടിയിട്ട് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ വന്ന് കയറിയിട്ടുള്ള വീട്ടിലേക്ക് കയറിയിട്ടില്ല. വന്ന വഴി തന്നെ ഉക്രപ്പനൊന്ന് സ്നേഹിക്കാമെന്ന് കരുതിയിട്ട് ഇങ്ങോട്ട് വന്നതാണ്. ഉക്രപ്പ ഇവിടെ കിടക്കുന്നുണ്ട്. അവൻ എണിക്കണമെന്നില്ല, ഉറക്കത്തിലാണ്. എന്നാലൊക്കെ ഒന്ന് കണ്ണ് വിളിച്ചൊന്ന് സന്തോഷമൊക്കെ പ്രകടിപ്പിച്ചു. ചെറിയൊരു ചിരിയുണ്ട് ഇവിടെ ചിരിയുണ്ട്. ഇതാ ചിരിക്കുന്നുണ്ട്. അതൊക്കെ പപ്പ കണ്ടു കേട്ടാ. ചിരിക്കണതൊക്കെ പപ്പ കണ്ടു. എനിക്കണില്ല, അവൻ ഉറക്കത്തിലാന്ന് തോന്നുന്നുണ്ട്. മണിക്കുട്ടീനെ പിന്നെ കാണാനില്ല ഇവിടെ. ഞാൻ വിളിച്ചു. എന്തുണ്ടായ്യ കാലെന്തിങ്ങനെ വെക്കേ? എന്തുണ്ടായ്യ ഇവിടെ മണിക്കുട്ടി എവിടെ? മണിക്കുട്ടീനെ കണ്ടില്ലല്ലോ പപ്പ. മണിക്കുട്ടീനെ കണ്ടില്ലല്ലോ. ചിരിക്കണ്ടോ? ഇതൊക്കെ നരച്ചു തുടങ്ങിയ പിരികൊക്കെ നരച്ചു തുടങ്ങി ഉക്രപ്പിന്റെ. കണ്ണു തുറക്ക്. അതൊന്നും പൊക്കണേ. ഞാൻ പൊക്കണതല്ല. ഞാൻ ഇങ്ങനെ ആക്കുമ്പോ എന്തിനാ അവിടെയൊക്കെ പൊക്കണേ? എന്തിനാ അവിടെയൊക്കെ പൊക്കണേ? നിങ്ങള് എല്ലാവരും അവിടെ പൊക്കുക. അടച്ചേക്ക്. തായമ്പ് നോക്കി. തായമ്പ് ഒന്ന് കണ്ണ് വിളിക്കടാ. ഒന്ന് കണ്ണ് വിളിച്ചു. ഞാൻ ഇവിടെ ഒരാൾ വന്നിട്ടുണ്ട്. കണ്ണ് വിളിക്കേ. കുട്ടൂസ് പിന്നെ പതിവ് പോലെ ഇതിന്റെ അടിയിൽ തന്നെ കിടക്കുന്നുണ്ട്. കാറിന്റെ അടിയിൽ കിടക്കുന്നുണ്ട്. മണിക്കുട്ടീനെ എവിടെയാന്ന് നോക്കട്ടെ. ഞാൻ 1-2 പ്രാവശ്യം വിളിച്ചു അവള് വന്നിട്ടില്ല. സാധാരണ ഇപ്പോൾ അവളെ ആ മാവിൻ്റെ ചുവട്ടിൽ ആ ചളിയിലാണ് കിടക്കാറ്. ഇപ്പോൾ ചളിയൊക്കെ ഏകദേശം വറ്റി ഉണങ്ങി. കാരണം ഇപ്പോൾ നല്ല വെയിലാണ്. ഒരു 2-3 ആഴ്ചയായിട്ട് നല്ല വെയിലാണ്. അപ്പോൾ അതുകൊണ്ട് ചളിയൊക്കെ ഉണങ്ങി പോയിട്ടുണ്ട്. അതിന് ഇടയ്ക്ക് ഓണത്തിൻ്റെ തലേ ദിവസമാണ് ചെറിയൊരു മഴ പെയ്തു എന്ന് പറഞ്ഞു കേട്ടോ. ഞാൻ ഉണ്ടായിരുന്നില്ല ഇവിടെ. ഞാനന്ന് കോഴിക്കോടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊക്കെ ഉണങ്ങിപ്പോയി. എല്ലായിടത്തെയും ഉണങ്ങി. ഇപ്പം മണിക്കുട്ടീനെ ഒന്ന് വിളിച്ചോക്കട്ടെ കേട്ടാ. മണിയേ, ഞാൻ മണിക്കുട്ടീനെ വിളിച്ചപ്പോൾ ഇതാ ഉക്രപ്പൻ തലയൊക്കെ പൊക്കിയിട്ടാ. ഞാൻ ഈ മണിക്കുട്ടിക്ക് എന്തെങ്കിലും കൊടുക്കണ്ടോ എന്ന് കരുതിയിട്ട് എന്താണെന്ന് അറിയില്ല. അപ്പോൾ തല പൊക്കി. അഞ്ചൊരു അത് ഭയങ്കര ലൂസ് ഉണ്ടല്ലോ. ഇത് ടൈറ്റ് ആക്കണ്ടേ? ടൈറ്റ് ആക്കിയില്ലെങ്കിൽ ഞാൻ ഊരി പോവും. വൈകുന്നേരം ആകുമ്പോൾ ഊരി പോവും. കോഴിയോളെ പിടിച്ചു ഇല്ലേ? കോഴിയോളെ പിടിച്ചില്ലേ? എന്തെങ്കിലും തന്നോ അമ്മ? കോഴിയുടെ പിന്നാലെ കാലത്ത് എന്തെങ്കിലും തന്നുണ്ടോ അമ്മ? വെച്ചിട്ടുണ്ടോ? അവിടെ ഇത് വെച്ചിട്ടുണ്ട്. എടുത്ത് വെച്ചിട്ടാണോ? അമ്മ നേരെ കൊടുത്തിട്ടില്ല. അന്ന് അമ്മോട് തരാൻ പറയാം കേട്ടാ. അതില് പാമ്പുണ്ട്. എവിടെ കടി? ഒരു തവണ ചാടിപ്പോയി. ഒരെണ്ണം കൂടിയുണ്ട്. പപ്പ വരണ്ട. മണി നീക്ക്. പാമ്പുണ്ട് അതിൻ്റെ ഉള്ളിൽ. പാമ്പുണ്ട്. അവിടുന്ന് ഒരു തവള കരയുണ്ട്. പക്ഷെ നോക്കത്തില്ല. ആ ചെടിയുടെ മണി നീക്ക. അങ്ങോട്ടൊക്കെ ചാടിട്ടാ. ഇനിയുണ്ട്. 3ാമത്തെ തവളയാട്ടത്. നേരത്തെ ഒരു തവള ചാടി. അത് ഉക്കുറു കഴിഞ്ഞു പോയി. അയ്യോ എൻ്റെ ഷർട്ട്. ഉക്കുറൊക്കെ കെട്ടൊക്കെ കഴിഞ്ഞു പോയി. എനിക്കതരില്ല.
ആ, തവളേനെ കിട്ടി പിടിക്കാൻ പറ്റില്ലേ? എന്ത് വലിയ തവളയാ. മണിക്കുട്ടി അതിന് ഓടിക്കുള്ളോ? മണിക്കുട്ടി കണ്ടിട്ടില്ലേ? അല്ല, മണിക്കുട്ടി പിടിക്കാനൊന്നും പറ്റില്ല മണിക്കുട്ടി. ആ, ഉക്രപ്പനെ കെട്ടഴിഞ്ഞിട്ടില്ല. ഒരു 5-6 തവള ഇരുന്നിട്ട് കറിയാ. പാമ്പില്ല. പാമ്പുണ്ടെങ്കിൽ ഇത്രയധികം തവളകൾ അവിടെ ഇരിക്കുവോ? ഉക്രുണ്ടെന്നുള്ള ഉക്രും കൂടെ വരില്ല. ഉക്രുവിനെ കെട്ടിട്ടേക്കല്ലേ. മണിയുടെ കഴിയിൽ കഴിഞ്ഞു. ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ നിന്നൊരു തവളയുടെ കറച്ചിൽ കേട്ടോട്ടെ. ഇവിടെ ആകെ കാടായിട്ടായിരുന്നു. ഈ ചെടികൾ മൊത്തം കാടായിട്ട് ഈ വാഴയുടെ ഉള്ളിൽ കാടായിരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ മണിക്കുട്ടീനായിട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു തവള കരയണ ഒച്ച കേട്ടു. അപ്പോൾ ഞാൻ വടിയൊക്കെ എടുത്തിട്ട് ഇതൊക്കെ ഈ ചെടിയൊക്കെ പോയി എന്തായാലും കണ്ടില്ലേ. ഈ ചട്ടികളൊക്കെ മാറ്റി നോക്കി. പാമ്പുണ്ടെന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ നോക്കിയത്. പക്ഷെ പാമ്പിനെയൊന്നും കണ്ടില്ല. ഇവിടെ ഒരു 5-6 വലിയ തവളകൾ ഇരുന്നായിരുന്നു. അതിൻ്റെ പിന്നാലെ കുറേ മണിക്കുട്ടി ഓടി. അവർക്ക് പിടിക്കാനൊന്നും പറ്റിയില്ല. ഈ ഗ്യാപ്പിൽ ഉക്രപ്പനെ ഇവിടെ കെട്ടിയിട്ടുണ്ടായിരുന്നു. ഉക്രപ്പൻ ആ പട്ടി അടിച്ചിട്ട് പോയി. പോയിട്ടില്ലേ? അങ്ങോട്ട് മാറിക്കിടന്നതാ. അപ്പൊ കരുതി പോയി കേട്ടാ. ഇതുവാ അതിൽ കുടുങ്ങിയ ഉക്രപ്പൻ പേടിച്ചു. ഉക്രപ്പ അതൊന്ന് ഇറങ്ങിയപ്പോ പാമ്പാന്ന് കരുതി. പാമ്പല്ല കേട്ടാ. ഏതെന്നിറങ്ങിയപ്പോ? ആ ടയർ ഇറങ്ങിയപ്പോ. അതെ, ഇവിടെയാണ് നമ്മുടെ മണിക്കുട്ടി പ്രസവിച്ച് കിടന്നിട്ട് നമ്മുടെ ഉണ്ണിയോട് കിടന്നിരുന്ന സ്ഥലമാട്ടത്. ഇപ്പോൾ ഉക്രപ്പ അവിടെ വന്ന് കിടന്ന് ഞാൻ എടുക്കാം. അവൻ ഒന്ന് പേടിച്ചു. ആ കയറ് ഞങ്ങൾ വലിച്ചപ്പോഴേ അവിടെ ആ ടയർ ഇറങ്ങി. അവൻ കരുതി ആ പാമ്പ് ഇങ്ങോട്ട് വന്നിട്ട് കരുതിട്ട് ഒരു ചാട്ടം ചാടി. പാമ്പിനെ കണ്ട് പേടിച്ച പോലെ. ഇവിടെ വളമൊക്കെ ഞങ്ങൾ കൊണ്ടു വെച്ചതായിരുന്നു ഇടാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഈ ഇങ്ങോട്ട് വായോ, നീ നിൽക്ക്. ഇങ്ങോട്ട് നിൽക്ക്. ഇങ്ങോട്ട് നിൽക്ക്. ഇങ്ങോട്ട് നിൽക്ക്. ഇങ്ങനെ എവിടിച്ചാ അങ്ങോട്ട് ഓടണത്? എവിടിച്ചാ അങ്ങോട്ട് ഓടണത്? എന്തിരിപ്പത്? ഇങ്ങനെ ഇരിക്കും നിങ്ങൾ. വാരുന്ന മുടി ഇപ്പോഴും വന്നിട്ടില്ല കേട്ടോ. വന്നിട്ടില്ല വാരുന്ന മുടി. ഇത് കഞ്ഞില്ല കേട്ടോ. കഞ്ഞില്ല കേട്ടോ.